കെ.എസ്.ആർ.ടി.സി ബസ് മഴയെ തുടർന്ന് നിയന്ത്രണം വിട്ട് റോഡിൽ തെന്നിമാറിയ അപകടം. ആർക്കും പരിക്കുകളില്ല. കട്ടപ്പന എറണാകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. റോഡ് നിർമ്മാണത്തിലെ അപാകതകളാണ് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. കട്ടപ്പന എറണാകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന കെ.എസ്.ആർ.ടി.സി ബസ് മഴയെ തുടർന്ന് നിയന്ത്രണം വിട്ട് റോഡിൽ തെന്നിമാറി അപകടത്തിൽപ്പെട്ടു. KL 159250 രജിസ്ട്രേഷൻ നമ്പറിലുള്ള ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഏകദേശം 40ഓളം യാത്രക്കാരുമായി യാത്ര ചെയ്തിരുന്ന ബസ് ബ്രേക്ക് ചെയ്തതിനെ തുടർന്ന് നനഞ്ഞ റോഡിൽ തെന്നി നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. അപകടത്തിനിടെ ബസ് സമീപത്തുണ്ടായിരുന്ന വൈദ്യുത പോസ്റ്റിലിടിക്കുകയും പോസ്റ്റ് ഒടിയുകയും ചെയ്തു. ഇതോടെ പ്രദേശത്ത് വൈദ്യുതി തടസ്സവും അനുഭവപ്പെട്ടു. ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർക്കാർക്കും പരിക്കേറ്റിട്ടില്ല. തുടർന്ന് യാത്രക്കാരെ അതുവഴി വന്ന മറ്റൊരു ബസ്സിൽ കയറ്റി ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് അയക്കുകയായിരുന്നു. അപകടത്തിനു ശേഷം പ്രദേശത്ത് ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടെങ്കിലും ഊന്നുകൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് ഗതാഗതം നിയന്ത്രിച്ചു. മഴ കാരണമുണ്ടായ വഴുക്കലാണ് നിലവിൽ അപകടത്തിന് കാരണം. എന്നാൽ റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇവിടെ തുടർച്ചയായ അപകടങ്ങൾ ഉണ്ടാകാൻ കാരണമെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. ഇത് നമ്മുടെ ഇപ്പോൾ പുതിയതായി നവീകരണ ജോലികൾ പൂർത്തിയായി എന്ന് അവകാശപ്പെടുന്ന ഹൈവേ ആണ്. ഈ ഹൈവേയിൽ ഇതിപ്പോൾ നമ്മുടെ കുത്തുവഴി പള്ളിയുടെ സമീപത്തുള്ള റോഡാണ്. നിരന്തരം 3-4 പ്രാവശ്യമായി ഈ വളവ് കഴിഞ്ഞ് കഴിയുമ്പോൾ വണ്ടി നിയന്ത്രണം നഷ്ടപ്പെടുകയും വണ്ടി എതിർ ദിശയിലേക്ക് പോവുകയാണ്. ഇന്നും അത് തന്നെയാണ് സംഭവിച്ചത്. കട്ടപ്പനയിൽ നിന്നും എറണാകുളത്തേക്ക് പോയൊരു KSRTC ബസ് ഈ വളവെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വണ്ടി നിയന്ത്രണം നഷ്ടപ്പെട്ട് ഈ കാണുന്ന പോസ്റ്റിലോട്ട് ഇടിച്ച് നിൽക്കുകയാണ് ചെയ്തത്. ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ട് വേറെ ദുരന്തങ്ങൾ സംഭവിച്ചില്ല. വേറെ വണ്ടി ഓപ്പോസിറ്റ് വന്നില്ല. അപ്പോൾ അതുകൊണ്ട് വേറെ ആൾക്കാർക്ക് ഒരിക്കില്ല. പക്ഷേ ഈ വളവിൽ എന്തോ ഒരു അശാസ്ത്രീയത ഉണ്ട്. നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഈ റോഡിൻ്റെ ഒരു ഭാഗം പൊങ്ങിയാണ് നിൽക്കുന്നത്. ഈ വളവ് കഴിഞ്ഞ് കഴിയുമ്പോൾ വണ്ടി നിയന്ത്രണം നഷ്ടപ്പെടുകയാണ്. 2-3 തവണയായി ഇതേപോലെ വണ്ടികൾ ഇതിനു മുമ്പും ഒരു NMS ബസ് ഇതേപോലെ തന്നെ സംഭവിച്ചതിൻ്റെ വീഡിയോ ഓൾറെഡി അന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി സ്ഥലത്ത് അപാകതയുണ്ട്. ഒരു കോതമംഗലം മുതൽ ഇപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നേര്യമംഗലം വരെ പല ഭാഗത്തും റോഡ് മൊത്തത്തിൽ അശാസ്ത്രീയമാണ്. കാരണം പല ഭാഗത്തും സ്റ്റെപ്പ് നിൽക്കുന്നു. അവരതൊന്നും ആരും ഇതിനെക്കുറിച്ച് യാതൊരു ഇതും ചെയ്യുന്നില്ല. ബന്ധപ്പെട്ട അധികാരികളെ ശ്രദ്ധിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. JCBയുടെ സഹായത്തോടെ ബസ്സിന് മുകളിൽ വീണ പോസ്റ്റ് എടുത്തു മാറ്റി വാഹനം സ്ഥലത്തു നിന്നും മാറ്റിയാണ് ഗതാഗത തടസ്സം നീക്കിയത്. കഴിഞ്ഞ ദിവസവും ഇതേ സ്ഥലത്ത് മൂന്നാർ-ആലുവ റൂട്ടിൽ സർവീസ് നടത്തുന്ന NMS ബസ് നിയന്ത്രണം വിട്ട് തെന്നിമാറിയിരുന്നു. ഡ്രൈവറുടെ അവസരോചിതമായ ഇടപെടൽ മൂലമാണ് അന്ന് വൻ ദുരന്തം ഒഴിവായത്. ആ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ദിവസങ്ങൾക്കിടെ ഒരേ സ്ഥലത്ത് 2 ബസ്സുകൾ നിയന്ത്രണം വിട്ട് തെന്നിമാറിയ സംഭവം പ്രദേശവാസികളിലും യാത്രക്കാരിലും ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. റോഡിന്റെ നിർമ്മാണത്തിലെ അപാകതകൾ പരിശോധിച്ച് അടിയന്തര പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. Media 60 കോതമംഗലം.